അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ഇവിടെയും നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുകയാണ്. ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമ്മളൊരു 3 സ്റ്റെപ്പാക്കി പഠിക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ആദ്യം അറിയാം. നമ്മൾ ആ ഒന്നാമത്തെ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുക ഐഡന്റിഫൈ ദ സെന്റൻസ്. ഐഡന്റിഫൈ ദ സെന്റൻസ് within the inverted comma. ഇൻവേർട്ട് കോമയ്ക്ക് അകത്ത് വരുന്ന സെന്റൻസ് ഏതാണെന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം. അതനുസരിച്ചാണ് നമ്മൾ ബാക്കി സ്റ്റെപ്പുകൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്തിൻ ദ ഇൻവേർട്ടഡ് കോമ. അതിൽ 4 ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ പ്രചാരത്തിലുള്ളത്. ഒന്നാമത്തത് അസേർട്ടീവ് അഥവാ സ്റ്റേറ്റ്മെന്റ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? അസേർട്ടീവ് അഥവാ സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം അത് സബ്ജക്റ്റിലായിരിക്കും ബിഗിൻ ചെയ്യുന്നത്. ബിഗിനിങ് സബ്ജക്റ്റിലാണ് ബിഗിൻ ചെയ്യുന്നത്. ഫുൾ സ്റ്റോപ്പാണ് അവസാനിക്കുന്നത്. ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നത്. ഇപ്പൊ സബ്ജക്റ്റിൽ ആരംഭിച്ച് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്ററോഗേറ്റീവ് ആണ്. ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതാണ് സബ്ജക്റ്റിൽ ആരംഭിച്ച് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അഥവാ അസേർട്ടീവ് എന്നോ ഡിക്ലറേറ്റീവ് എന്നോ പറയും. ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യനിൽ. മൂന്നാമത്തത് ഇമ്പരറ്റീവ് എന്ന് പറയും. ഇമ്പരറ്റീവ് എന്ന് വെച്ചാൽ ഓർഡർ ഓർ റിക്വസ്റ്റ് ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ അവിടെ ഹിഡൻ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് തരില്ല. ഹിഡൻ സബ്ജക്റ്റ് ആൻഡ് ഫുൾ സ്റ്റോപ്പ്. അസേർട്ടീവ് ഇമ്പരറ്റീവ് തമ്മിൽ വ്യത്യാസം. 2 ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നത്. ആ സബ്ജക്റ്റിൽ തുടങ്ങുന്നു. ഇവിടെ സബ്ജക്റ്റ് ഹിഡൻ ആയിരിക്കും. ഇതാണ് വ്യത്യാസം. നാലാമത്തെ ടൈപ്പ് വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. എക്സ്ക്ലമേറ്ററി. എക്സ്ക്ലമേറ്ററി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. PSC ഒരു പ്രാവശ്യം മലയാള പാർട്ടിൽ കയറി എക്സ്ക്ലമേറ്ററി എന്ന വാക്കിന്റെ മലയാളം ചോദിച്ചിരുന്നു. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ആശ്ചര്യമൊന്നല്ല, മലയാളത്തിൽ വ്യാക്ഷേപകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് എക്സ്ക്ലമേറ്ററി. ഒരു വരെയും ഒരു കുത്തും ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി. അപ്പോൾ ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റിപ്പോർട്ട് സ്പീച്ച് അല്ലാതെ വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നേരത്തേക്ക് ഒരു സെനൻസ് തന്നിട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ന് പറഞ്ഞും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ അസേർട്ടീവ് എന്നോ ഈ വാക്കുകൂടെ ഒന്ന് പഠിച്ചേക്കുക. ഡിക്ലറേറ്റീവ്. ചിലപ്പോൾ അസേർട്ടീവിന് പകരം അവർ ഡിക്ലറേറ്റീവ് എന്ന് കൊടുക്കും. എല്ലാം ഒന്ന് തന്നെയാണ്. അസേർട്ടീവ് എന്നോ ഡിക്ലറേറ്റീവ് എന്നോ സ്റ്റേറ്റ്മെന്റ് എന്നോ പറഞ്ഞാൽ അത് സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ. ഇൻട്രോഗേറ്റീവ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ മാർക്ക്. ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓർ റിക്വസ്റ്റ്. ഹിഡൻ സബ്ജക്റ്റ് ആൻഡ് ഫുൾ സ്റ്റോപ്പ്. എക്സ്ക്ലമേറ്ററി ആകുമ്പോൾ എക്സ്ക്ലമേറ്ററി മാർക്ക്. ഇപ്പോൾ ഇതിൽ നമ്മൾ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആകും. അസേർട്ടീവ് വെച്ചപ്പോൾ ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ.
അപ്പോൾ ഹീസ് അല്ലെങ്കിൽ ഹീ ഗോസ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് ഹീ സ്കൂൾ കഴിഞ്ഞ് അവസാനിക്കുന്നു. വേർ ഈസ് ഹി ഗോയിങ് ടു, അത് ക്വസ്റ്റ്യൻ മാർക്കായി. ഇമ്പറേറ്റീവ് ആണെങ്കിൽ പറയാണ് ഇപ്പൊ കോൾ ഹിം അല്ലെ ഗിവ് മീ വാട്ടർ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ. ഇത് ഇമ്പറേറ്റീവ് ആണ്, അവിടെ കോൾ ഹിം. കാരണം ഇമ്പറേറ്റീവിന് ഒരു സബ്ജക്റ്റേ ഉണ്ടാകാറുള്ളത്, തരാറില്ല. അതിങ്ങനെയല്ല. ഒരിക്കൽ മറ്റേ കേന്ദ്ര എക്സാമിൽ ഒരിക്കൽ ചോദിച്ചത് സബ്ജക്റ്റ് ഓഫ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്നും പറഞ്ഞ് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിൽ ഈ സബ്ജക്റ്റ് ഓഫ് ഇമ്പറേറ്റീവ് സെന്റൻസ് യു എന്ന് മാത്രമാണ്. യു പക്ഷേ തരില്ല. അപ്പോൾ കോൾ ഹിം എന്ന് പറയുന്നത് മുമ്പിൽ നിൽക്കുന്ന അടുത്തെ ഓർഡർ ഇടാൻ പറ്റൂ, അല്ലെ മുമ്പിൽ നിൽക്കുന്ന അടുത്തെ റിക്വസ്റ്റ് ഇടാൻ പറ്റൂ. എക്സ്ക്ലമേറ്ററി, ഇപ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്, ഹൗ ഷാബി ഇറ്റ് ഇസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്തിൻ ദ ഇൻവേർട്ടഡ് കോമ. ഇൻവേർട്ടഡ് എന്നാണ്, ഇൻവേർട്ടഡ് കോമ. അപ്പോൾ ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്തിൻ ദ ഇൻവേർട്ടഡ് കോമ. കോമയുടെ സ്പെല്ലിംഗ് COMMA ആണ്. COMA ആണെങ്കിൽ അത് അൺകോൺഷ്യസ് സ്റ്റേറ്റ്, അബോധാവസ്ഥയിൽ നിന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കോമ സ്റ്റേജിലായിരിക്കുന്നു എന്ന് പറയും. അസേർട്ടീവ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റിൽ ആരംഭിക്കും, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. ഇൻട്രോഗേറ്റീവിലാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് നിർബന്ധമാണ്. ഇമ്പറേറ്റീവിലാണെങ്കിൽ ഓർഡറോ റിക്വസ്റ്റോ ആണ്. കണ്ടുപിടിക്കണമെങ്കിൽ ഹിഡൻ സബ്ജക്റ്റ് ആൻഡ് ഫുൾ സ്റ്റോപ്പ്. എക്സ്ക്ലമേറ്ററി ആണെങ്കിൽ എക്സ്ക്ലമേറ്ററി മാർക്ക്. ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് മനസ്സിലായോ എന്ന് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്കിലേ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരാൻ പറ്റൂ. ഇതൊന്ന് ഇത്രയും ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി. ആദ്യം കാണുമ്പോൾ ഇൻവേർട്ട് കോമയ്ക്കകത്ത് ഈ നാലിൽ ഏതാണ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഐഡന്റിഫൈ ചെയ്താൽ പിന്നെ അടുത്തത് വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അവിടെയാണ് നമുക്ക് തിരിഞ്ഞു പോകരുത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ശരിക്കും ക്ലിയർ ആക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ റിമൂവിങ് ദ ഇൻവേർട്ടഡ് കോമ. ആ ഇൻവേർട്ടഡ് കോമ മാറ്റുക. റിമൂവിങ് ദ ഇൻവേർട്ടഡ് കോമ. വെറുതെ മാറ്റാൻ പറ്റില്ല. പിന്നെ എങ്ങനെ മാറ്റാം? വിത്ത് പ്രോപ്പർ, ഈ പറയുന്ന വാക്ക് പഠിച്ചു വെച്ചോളാം, പ്രോപ്പർ കണക്റ്റിംഗ് വേർഡ്. പ്രോപ്പർ കണക്റ്റിംഗ് വേർഡ്. റിമൂവിങ് ദ ഇൻവേർട്ടഡ് കോമ വിത്ത് പ്രോപ്പർ കണക്റ്റിംഗ് വേർഡ്. ഇത് ഓരോന്നിനും ഓരോന്നാണ്. ഇതറിയേണ്ട രണ്ട് കാര്യം. സാധാരണഗതിയിൽ ഇപ്പോൾ UPയുടെ ടെസ്റ്റിലൊന്നും ചോദിക്കാറില്ല എങ്കിൽ പോലും ചോദിച്ചാൽ ഓർത്തോളുക. ചിലപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് തന്നിട്ട് ഡയറക്റ്റിലേക്ക് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ഏതിലേക്ക് മാറ്റും, ഏത് സെൻറ്റൻസിലേക്ക് മാറ്റുമെന്ന് ചോദിച്ചാൽ ഈ കണക്റ്റിംഗ് വേർഡ് ഏതാണോ വന്നത് അതിനനുസരിച്ച് മാറ്റുക. അപ്പം കണക്റ്റിംഗ് വേർഡിൻ്റെ പ്രാധാന്യം അതാണ്. നമുക്ക് വീണ്ടും വരാം. അസേർട്ടീവിൽ എന്താണ് കണക്റ്റിംഗ് വേർഡ്? അസേർട്ടീവ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ എന്താണ് കണക്റ്റിംഗ് വേർഡ്? ദാറ്റ് എന്നതാണ് കണക്റ്റിംഗ് വേർഡ്. വേറെ വാക്കുകളെല്ലാം ദാറ്റ്. ഫോർ എക്സാമ്പിൾ, ഹി സെഡ് I am not going today. He said, I am not going today. ഇവിടെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാക്കും? ആദ്യം തന്നെ ഹീ സെഡ് എന്നുള്ളത് എഴുതാം. ഇവിടെ ഒരുപാട് പേർക്ക് സംശയം, ടോൾഡ് എന്ന് എഴുതണോ അല്ലെങ്കിൽ വേറെ വല്ല ഏത് വാക്കോ നിങ്ങൾ ഇവിടെ ഉപയോഗിച്ചോളുക?
തെറ്റില്ല, ടോൾഡ് ആയാലും തെറ്റില്ല. പക്ഷെ കണക്റ്റിംഗ് വേർഡ് മാറ്റാൻ പറ്റില്ല. സെഡ് ദാറ്റ് വരായി. ഇനി പറയുന്ന മാറ്റം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പഠിക്കും. എങ്കിലും ഇവിടെ നിന്ന് അറിഞ്ഞോളുക, ഐ എന്നുള്ളത് ഹീ ആയി, ആം എന്നുള്ളത് വാസ് ആയി. ഹി വാസ് നോട്ട് ഗോയിങ് that day. ഈ ഐ എങ്ങനെ ഹീ ആയെന്നും ആം എന്നിങ്ങനെ വാസായെന്നും ടുഡേ എങ്ങനെ ദാറ്റ് ഡേ ആയെന്നും നമ്മളുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ അസേർട്ടീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓർക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. ദാറ്റ് എന്ന കണക്റ്റിംഗ് വേർഡാണ് കമ്പൽസറി. ലാൻഡോ ബട്ടോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ഹീ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. ദാറ്റ് അല്ലാതെ വേറെ വല്ല വാക്കും കൊടുത്താൽ അത് കണക്റ്റിംഗ് വേർഡ് അല്ല. അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് അസേർട്ടീവിൽ കണക്റ്റിംഗ് വേർഡ് ദാറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലേക്ക് വരാം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇൻ്ററോഗേറ്റീവ് എന്നാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് ഇൻ്ററോഗേറ്റീവ്, അതായത് ക്വസ്റ്റ്യൻ ടൈപ്പ്. ഇൻ്ററോഗേറ്റീവിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് ടൈപ്പ് ഇൻ്ററോഗേറ്റീവ് ഉണ്ട്. WH ക്വസ്റ്റ്യൻസ് വരുന്നു, വാട്ട്, വിച്ച്, വെൻ, വെയർ ഒക്കെ. ഇത് യെസ് ഓർ നോ. ആർ യു ഗോയിങ് ടു മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ യെസ് അല്ലേ നോ. ഇതിൽ കണക്റ്റിംഗ് വേർഡ് എന്താകും, അതാണ് സൂക്ഷിക്കേണ്ടത്. ഇവിടെ ദാറ്റ് ഉപയോഗിച്ചാൽ തെറ്റാണ്. WH ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ സെയിം വേർഡ് WH കണക്റ്റിംഗ് വേർഡായി മാറും. നോക്കിക്കൊള്ളുക, കണക്റ്റിംഗ് വേർഡ് WH ആണെങ്കിൽ WH തന്നെ വരും. യെസ് ഓർ നോ ആണെങ്കിൽ വെദർ, സ്പെല്ലിംഗ് തിരിഞ്ഞു പോരുത്, വെദർ ഓർ ഈഫ്. വെദർ എന്നോ ഈഫ് എന്നോ വരും. കാരണം തിരിഞ്ഞു പോരെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം സ്പോട്ട് ദെയറിൽ WEATHER കൊടുക്കണം. അവിടെ അതല്ലാതെ കാലാവസ്ഥ എന്നുള്ളതാണ്. വെദർ എന്നോ ഈഫ് എന്നോ ചേർക്കാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ കണക്റ്റിംഗ് വേർഡ്. നമുക്ക് ഓരോ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളിവിടെ ക്വസ്റ്റ്യൻ ടൈപ്പ് വരുമ്പോൾ യെസ് ഓർ നോ ആണ്, അല്ലെങ്കിൽ WH ആണ്. ഇതിനോരോ എക്സാമ്പിൾ എഴുതാം. നോക്കുക, ഇതിനോരോ എക്സാമ്പിൾ എഴുതാം. ഒന്നാമത്തെ WHന്റെ ഒരു എക്സാമ്പിൾ, WHന്റെ ഒരു എക്സാമ്പിൾ എഴുതിയാണ്. The teacher asked the student. Asked എന്നോ told എന്നോ ഒക്കെ തരും. When will you submit? When will you submit? When will you submit your project? ഇവിടെ നോക്കുക, വെൻ എന്നുള്ളത് WH ക്വസ്റ്റ്യൻ ആണ്. ആ WH ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ ഉപയോഗിക്കാം. അത് തന്നെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഹി ആസ്ക്ഡ് ദ, അല്ലെ ടീച്ചർ ആസ്ക്ഡ്, വേറെ ഒന്നും മാറ്റണ്ട. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡന്റ്. ഇനി കണക്റ്റിംഗ് വേർഡ് വേറെ ഒന്നും വേണ്ട, വെൻ മതി. ഇതിന് പകരം PSC സ്പോട്ട് ദെയറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്,
The teacher asked the students that when എന്ന് ചെന്നത് ദാറ്റും വെന്നൂടെ ആവശ്യമില്ല, ഇവിടെ വെന്നേ വരാവൂ. വെൻ ഹി, യു എങ്ങനെ ഹി ആകും അത് പറയാം. വിൽ എങ്ങനെ വുഡായി അത് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നുണ്ട്. വെൻ ഹി വുഡ് സബ്മിറ്റ് ഹിസ് പ്രോജക്റ്റ്. എനിക്കിവിടെ സംശയം വരുന്നതാ, ഇവിടെ യു വില്ലിന് ശേഷമായിരുന്നു, എന്നാൽ ഇവിടെ ഹി ആ വുഡിന് മുമ്പ് വരും. എന്താണെന്ന് ചോദിച്ചാൽ ഒരു സബ്ജക്റ്റിൻ്റെ മുമ്പിൽ ഓക്സിലറി വെച്ചാൽ ക്വസ്റ്റ്യനായി മാറും. ഇപ്പോൾ യു ആർ ഗോയിങ് ടു സ്കൂൾ എന്നുള്ളത് ആർ യു ഗോയിങ് ടു സ്കൂൾ ആണെങ്കിൽ ക്വസ്റ്റ്യനായി മാറും. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ചോദ്യം ചോദിക്കുകയല്ല, കേട്ട ചോദ്യം പിന്നീട് മൂന്നാമതൊരാളത്തി എന്ന് പറയുകയാണ്. അതുകൊണ്ട് അത് സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാകണം. സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാകണമെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞേ ഓക്സിലറി വരാവൂ. സബ്ജക്റ്റ് കഴിഞ്ഞേ ഓക്സിലറി വരാവൂ. ഇവിടെ ഓക്സിലറി കഴിഞ്ഞേ സബ്ജക്റ്റ് വരാവൂ. ഇതാണ് ഇതിൽ വ്യത്യാസം, സൂക്ഷിച്ചോളുക. ഓക്സിലറി കഴിഞ്ഞ് സബ്ജക്റ്റ് വന്നാൽ ക്വസ്റ്റ്യനായി, എന്നാൽ സബ്ജക്റ്റ് കഴിഞ്ഞ് ഓക്സിലറി വരുമ്പോൾ അത് സ്റ്റേറ്റ്മെൻ്റാണ്. ഇവിടെ നമ്മൾ പഠിച്ചു വന്നത് ഏതാണ് കണക്റ്റിംഗ് വേർഡ്. ആ കണക്റ്റിംഗ് വേർഡിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. ഇനിയിപ്പോൾ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യനിലെ ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. Doctor asked the patient, will you follow the instructions? ഇവിടെ നമുക്ക് WH ക്വസ്റ്റ്യൻ ഇല്ല, ഇവിടെ വില്ലിലാണ് തുടങ്ങിയത്. നല്ല ഓക്സിലറിയിലായിരിക്കും തുടങ്ങുക, മറ്റത് ക്വസ്റ്റ്യൻ വേർഡിലാണ് തുടങ്ങുന്നത്. ഇങ്ങനെ വരുന്നതിന് നമ്മൾ യെസ് അല്ലെ നോ എന്നേ ഇതിന് ആൻസർ പറയത്തുള്ളൂ. അപ്പോൾ ഇത് വരുമ്പോൾ വീണ്ടും നമുക്ക് എഴുതാം, ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യന്റ്. ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യന്റ്. ഇനി കണക്റ്റിംഗ് വേർഡ് വെദർ അല്ലേ ഈഫ് വെക്കാം, ഏത് വെച്ചാലും കുഴപ്പമില്ല. വെദർ യു എന്തായി മാറി ഹി എന്നാണ്, വിൽ എന്തായി വുഡായി. വെദർ ഹി വുഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. ഇവിടെയും നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ബാധകമാണ്. ആദ്യം ഇത് കണക്ട് ചെയ്യാം. കണക്റ്റിംഗ് വേർഡ് വെദർ ഉപയോഗിച്ചു, യു എന്ന സബ്ജക്റ്റ് ഹി ആയി മാറി. അതെങ്ങനെയാണെന്നുള്ള തേർഡ് സ്റ്റെപ്പിൽ പറയുന്നുണ്ട്. വിൽ എന്നുള്ള വുഡായി. ഇവിടെ വിൽ യു ആണെങ്കിൽ ഇവിടെ ഹി വുഡ് എന്നായി. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻ്റ് ആകണമെങ്കിൽ സബ്ജക്റ്റിന് ശേഷമേ ഓക്സിലറി വരാവൂ. ക്വസ്റ്റ്യൻ ആകണമെങ്കിൽ ഓക്സിലറിക്ക് ശേഷം സബ്ജക്റ്റ് വരാം. ഇതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യന്റ് വെദർ ഹി വുഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലെ ഇൻ്ററോഗേറ്റീവ്. നമ്മളിപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ ദാറ്റ് ചേർക്കണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ വെദറോ ഈഫോ ചേർക്കണം. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെന്നോ വാട്ടോ വിച്ചോ ആണെങ്കിൽ അതേ ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് ദാറ്റെന്നോ വേറൊന്നും വരാൻ പാടില്ല. ഇവിടെയും ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യന്റ് ദാറ്റ് വെദർ ഹി വുഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. തെറ്റ്, ദാറ്റ് വേണ്ട. ചില പ്രാവശ്യം ഒരു വെദറും
ദാറ്റും ഒക്കെ ചോയ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഓർക്കേണ്ടത് ആസ്ക്ഡ് ദ പേഷ്യൻ്റ് ആണ്. അപ്പോൾ ദാറ്റ് അല്ല, വെദർ. ഇവിടെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ്, വേറെ മാറ്റമില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ടൈപ്പിലേക്ക് വരാം. മൂന്നാമത്തെ അതിനേക്കാൾ എളുപ്പമുള്ള ടൈപ്പാണ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്ററോഗേറ്റീവ് അല്ല, ഇമ്പരറ്റീവ്. ഫസ്റ്റ് അസേർട്ടീവ്, രണ്ടാമത്തത് ഇൻ്ററോഗേറ്റീവ്, മൂന്നാമത്തത് ഇമ്പരറ്റീവ്. ഇമ്പരറ്റീവിൽ രണ്ട് ജാതി സെന്റൻസ് ഉണ്ട്, ഓർഡർ ഉണ്ട്, റിക്വസ്റ്റ് ഉണ്ട്. ഏത് വന്നാലും കണ്ടീഷൻ സെയിം തന്നെ. പോസിറ്റീവ് ആണെങ്കിൽ ടു ചേർക്കണം, നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ടു ചേർക്കണം. നോട്ട് ടു എന്ന് ചേർക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ടു ചേർക്കുക, നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ടു ചേർക്കുക. ഇനി ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് വരാം. ഇപ്പോൾ മദർ ആസ്ക്ഡ് ദ ചൈൽഡ്. ആസ്ക്ഡ് എന്നൊക്കെ അവർ കൊടുക്കും, അല്ലെ ഓർഡേർഡ് എന്ന് കൊടുക്കും. ഡോണ്ട് ഷൗട്ട്, ഡോണ്ട് ക്രൈ aloud. ഇവിടെ ആസ്ക്ഡ് കണ്ടുകൊണ്ട് എടുക്കരുത്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അത് ഓർഡറാണ്. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ദ മദർ ആസ്ക്ഡ് എന്നോ അല്ലെ മദർ ഓർഡേർഡ് എന്നോ ചേർക്കാം. ഓർഡേർഡ്. ടു ചേർത്താൽ മതി. ടു ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, ഇവിടെ ടു ആണോ നോട്ട് ടു ആണോ എന്ന് നോക്കണം. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് ടു വരിക, ടു അല്ല നോട്ട് ടു വരിക. പോസിറ്റീവ് ആണെങ്കിൽ ടു മതിയായിരുന്നു. നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് ടു ക്രൈ aloud. അപ്പോൾ ഇതാണ് നെഗറ്റീവ് വന്നപ്പോൾ നോട്ട് ടു വന്നു. ഇനി ഒരു പോസിറ്റീവ് സെന്റൻസ് പറയാം. പോസിറ്റീവ് സെന്റൻസ് ദ മാനേജർ ordered the clerk submit the files on time. Submit the files on time. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്, നെഗറ്റീവ് അല്ല. അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ടു ചേർക്കുക അല്ലെ നോട്ട് ടു ആണോ എന്നുള്ളത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. ഇതിൻ്റെ ആൻസർ വരുമ്പോൾ ദ മാനേജർ ഓർഡേർഡ് ദ ക്ലാർക്ക് ടു സബ്മിറ്റ്. ടു വന്നാൽ മതി, നോട്ട് വേണ്ട. ടു സബ്മിറ്റ് ദ ഫയൽസ്, to submit the files on time. ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ ഒരിക്കൽ ചോദിച്ചു, ഓൺ ടൈം എന്താ ഇൻ ടൈം എന്താ വ്യത്യാസം? ഓൺ ടൈം ആണെങ്കിൽ എക്സാക്റ്റ് ടൈം എന്നും ഇൻ ടൈം ആണെങ്കിൽ ബിഫോർ ടൈം എന്നുമാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടൈപ്പിലേക്ക് വന്നു. ഇമ്പറേറ്റീവില് ഇപ്പോൾ റിക്വസ്റ്റ് ആണെങ്കിൽ ബഗർ റിക്വസ്റ്റഡ് ദ ഷോപ്കീപ്പർ ഗിവ് മീ സം മണി എന്നാണെങ്കിൽ അത് റിക്വസ്റ്റഡ് ടു ഗിവ് ഹിം സം മണി എന്നാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും ഓർഡേർഡ് ആകാം അല്ലെ റിക്വസ്റ്റഡ് ആകാം. രണ്ടും കൂടെ ചോയ്സിൽ കയറ്റി വെക്കുമെന്ന് പേടിക്കുകയും വേണ്ട. PSC ഇതുവരെ രണ്ടും കൂടെ ചോയ്സിൽ
ഓർഡേർഡ് എന്നോ റിക്വസ്റ്റഡ് എന്നോ പറഞ്ഞ് തരാറില്ല. തരികയാണെങ്കിൽ അത് ആദ്യം കൊടുത്തിരിക്കുന്ന വാക്ക് തന്നെ ആയിരിക്കും അവിടെ സൂക്ഷിക്കാം. അല്ലാതെ ആസ്ക്ഡ് എന്നോ ടോൾഡ് എന്നോ കണ്ടിട്ട് ഇത് റിക്വസ്റ്റ് അല്ല ഓർഡർ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ക്ഡ് ദ പേഷ്യൻ്റോ അല്ലെ ടോൾഡ് ദ പേഷ്യൻ്റ് എന്നോ ഒക്കെ ആണെങ്കിലും അവിടെ നോക്കേണ്ടത് ഹിഡൻ സബ്ജക്റ്റ് ആണെങ്കിൽ ഇമ്പറേറ്റീവ് ആണ്. ഇനി നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എക്സ്ക്ലമേറ്ററി. ഷീ ക്രൈഡ്. Oh, how hot it is. Oh, how hot it is. ഇവിടെ എക്സ്ക്ലമേറ്ററിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ് എക്സ്ക്ലമേറ്ററിക്ക് ദാറ്റ് എന്നത് തന്നെയാണ് കണക്റ്റിംഗ് വേർഡ്. അതുകൊണ്ടൊരു സംശയം വേണ്ട. അസർട്ടീവിനാണെങ്കിലും ദാറ്റ്, എക്സ്ക്ലമേറ്ററി ആണെങ്കിലും ദാറ്റ്. ഇവിടെ ഓർക്കേണ്ടത് ഹൗ ഹൂ ഹൂ എന്നൊന്നും വേണ്ട, നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്. അതുകൊണ്ട് സാധാരണ രീതിയിൽ പറയാം ഷീ ക്രൈഡ് ദാറ്റ്. ഇറ്റ് ഈസ് എന്നുള്ളത് ഇറ്റ് വാസ് എന്നാക്കാം. ഇറ്റ് വാസ് ഹോട്ട് എന്നോ വെരി ഹോട്ട് എന്നോ പറയാം. വെരി ഹോട്ട് ചേർത്തില്ലെങ്കിൽ തെറ്റെന്നൊന്നുമില്ല, പക്ഷേ വെരി ഹോട്ടാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ട് ചോയ്സ് കൂടെ തരത്തില്ല. ഇറ്റ് വാസ് ഹോട്ട് എന്നോ ഇറ്റ് വാസ് വെരി ഹോട്ട് എന്നോ തരും. അങ്ങനെ ഉണ്ടെങ്കിൽ വെരി കണ്ടുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഈ എക്സ്ക്ലമേഷൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ രണ്ട് സ്റ്റെപ്പ് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്തിൻ ദ ഇൻവേർട്ടഡ് കോമ. ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൽ നാലിൽ ഏത് വരുന്നെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം പറഞ്ഞു. ഏതാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ അസർട്ടീവ് ആണെങ്കിൽ സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ തീരും. ഇൻ്ററോഗേറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ഇമ്പറേറ്റീവ് ഓർഡറോ റിക്വസ്റ്റോ ആണെങ്കിൽ ഹിഡൻ സബ്ജക്റ്റും ഫുൾ സ്റ്റോപ്പും ആയിരിക്കും. എക്സ്ക്ലമേറ്ററി ആണെങ്കിൽ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവും. ഇതാണ് ഈ 4 ടൈപ്പ്. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു ഈ ഇൻവേർട്ട് കോമയ്ക്ക് അകത്തും പുറത്തുമുള്ളത് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ റിപ്പോർട്ടഡ് സ്പീച്ച്. അങ്ങനെ കൂട്ടിച്ചേർക്കാൻ കണക്റ്റിംഗ് വേർഡ് എന്താണ്? അസർട്ടീവ് ആണെങ്കിൽ ദാറ്റ്, ഇൻ്ററോഗേറ്റീവ് ആണ് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് മതി. വേറെന്നോ വെന്നെന്നോ വാട്ടെന്നോ പൂവെന്നോ എന്തോ തന്നെ ആയിക്കോട്ടെ അത് മതി. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാതെ വരികയാണെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വെദറോ ഈഫോ ചേർക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ പറയുകയാണ് അവിടെ ഓർഡറോ റിക്വസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആ വെർബിന് മുമ്പിൽ ടു ചേർത്താൽ മതി. നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ടു ചേർത്താൽ മതി. എക്സ്ക്ലമേറ്ററി ആണെങ്കിൽ ദാറ്റ് ചേർത്ത് സാധാ സെൻറ്റൻസ് പോലെ പറഞ്ഞാൽ മതി. ഈ 2 സ്റ്റെപ്പ് മനസ്സിലായോ എന്ന് നല്ലപോലെ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. 2 സ്റ്റെപ്പ്. ഒന്നാമത്തത് ഐഡൻറ്റിഫൈ ചെയ്യുക, രണ്ടാമത്തത് റിമൂവിങ് ദ ഇൻവേർട്ടഡ് കോമ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് വേർഡ്സ് ആണ്. ഇതൂടെ ആകുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചായി. ചേഞ്ച് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിനകത്ത്, അതായത് ഇൻവേർട്ടഡ് കോമ വരുന്നതിനകത്ത് വരുന്ന ചില വാക്കുകൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കും. കാരണം നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ആ സമയത്ത് പറയുന്നതും റിപ്പോർട്ട് ചെയ്യുന്ന പിന്നീട് പറയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ
ഇപ്പം നൗ എന്ന് ഡയറക്റ്റ് സ്പീച്ചിൽ വന്നാൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ then എന്നാകും. ടുഡേ എന്നാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഡേ എന്നാകും. ടുമോറോ എന്നാണെങ്കിൽ അത് ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ എന്നാകും. യെസ്റ്റർഡേ എന്നാണെങ്കിൽ the previous day എന്നോ the previous day എന്നോ അല്ലെങ്കിൽ the day before എന്നോ. ഇപ്പൊ now എന്ന് വന്നാൽ then ആയി, ടുഡേ വന്നാൽ that day ആയി, ടുമോറോ വന്നാൽ നെക്സ്റ്റ് ഡേ അല്ലേ ദ ഫോളോയിങ് ഡേ എന്നായി, യെസ്റ്റർഡേ വന്നാൽ ദ പ്രീവിയസ് ഡേ അല്ല ദ ഡേ ബിഫോർ. ഇത്രയും വാക്കുകൾ പഠിച്ചെങ്കിൽ ബാക്കി ഇതുവരെ കുറച്ച് വാക്കുകൂടെ ഉള്ളൂ. അത് കൃത്യമായിട്ട് പഠിച്ച് തന്നെ വയ്ക്കുക. അതിങ്ങനെ ചുമ്മാ നടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ഒക്കെ പറഞ്ഞു പഠിച്ചാൽ എളുപ്പമായി. ഇന്ന് ദിസ് എന്ന് വരികയാണ്. ഇത് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് എന്നായി. ദീസ് എന്നാണെങ്കിൽ ദോസ് എന്നായി. ഹിയർ എന്നാണെങ്കിൽ ദേർ എന്നായി. അപ്പൊ ദിസ് ദാറ്റായി, ദീസ് ദോസായി, ഹിയർ എന്നുള്ളത് ദേർ എന്നായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിലറിയിലേക്ക് വരികയാണ്. ഓക്സിലറിയിൽ ചില മാറ്റങ്ങൾ വരാറുണ്ട്. ഡയറക്റ്റ് സ്പീച്ചിൽ ഡുവോ ഡസോ ഉണ്ടെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അത് ഡിഡായി മാറും, പാസ്റ്റായി മാറും. ഡിഡ് എടുത്ത ആമോ ഈസോ ആർ ഉണ്ടെങ്കിൽ, ആമോ ഈസോ ആറോ ഉണ്ടെങ്കിൽ ആം ഈസ് ആർ അത് വാസെന്നോ വേറെന്നോ ആയി മാറും. ഹാസോ ഹാവോ ഉണ്ടെങ്കിൽ അത് ഹാഡെന്നാണ്. അപ്പോൾ ഇതാണ് 11 ഡു ഡസ് ആം ഈസ് ആർ ഹാസ് ഹാവ് ഡു ഡസ് ഡിഡ് ആം ഈസ് ആർ വാസ് വെയർ ഹാസ് ഹാവ് ഹാഡ്. ഈ 11 മാറ്റം വന്നു കഴിഞ്ഞാൽ അടുത്ത് നോക്കേണ്ടതാ ഷാൽ വന്നാൽ, ഷാൽ വന്നാൽ ഷുഡ് എന്നാണ്. ഷാൽ ഷുഡ് എന്നാണ്. വിൽ വന്നാൽ വുഡ് എന്നാണ്. പലരെയും മനസ്സിൽ വില്ല് ഉപയോഗിക്കുമോ ഷാൽ ഉപയോഗിക്കുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. ഇത് പഴയ ഇംഗ്ലീഷിലായിരുന്നു പ്രാധാന്യം. ഇപ്പോൾ PSC ആണ് ചോദിക്കുന്നതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ വ്യത്യാസം സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നു വേണ്ട. ക്യാൻ വരികയാണെങ്കിൽ കുഡ് എന്നാണ്. മേ വരികയാണെങ്കിൽ മൈറ്റ് എന്നാണ്. മേ വരികയാണെങ്കിൽ മൈറ്റ് എന്നാണ്. ഇങ്ങനെയാകുമ്പോൾ ഇത് വീണ്ടും 8 11 8 ആകുമ്പോൾ 19 ഇത്രയും നല്ലപോലെ നോക്കുക. ഇനി വരുന്ന 5 കോമൺ ആയിട്ട് ഒരു വാക്ക് മാത്രം പഠിച്ചാൽ മതി. ഇനി വരുന്ന 5 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച 5 ഓക്സിലറികളുണ്ട്. മസ്റ്റ്, need, dare, ought to, used to. ഇതിലേതെങ്കിലും വന്നാൽ
ഈ മസ്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഓർത്തോളണം. ഇത് റിപ്പോർട്ട് സ്പീച്ചിൽ വന്നാൽ ആഡ് ടു എന്നാണ്, ആഡ് ടു എന്നാണ്. ഇതാണ് ഓക്സിലറിയിൽ വരുന്ന മാറ്റം. അപ്പോൾ നമ്മൾ ഡേയ്സിൽ വരുന്ന മാറ്റം പറഞ്ഞു. ടുഡേ എന്ന് പറയുന്നത് ദാറ്റ് ഡേ, യെസ്റ്റർഡേ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഓർ ദ ഡേ ബിഫോർ, ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ, ദ ഫോളോയിങ് ഡേ, ദിസ് ദാറ്റായി, ദീസ് ദോസായി, ഹിയർ എന്നുള്ളത് ദേറാകും. ഇനി ഓക്സിലറി വരുന്ന മാറ്റം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമായി. ഇനി അടുത്ത് നമുക്കതിൽ വേണ്ടത് ടെൻസിൽ ചില ചെറിയ വ്യത്യാസം. സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റായി മാറും. അതായത് നമ്മൾ പറഞ്ഞ ഡുവോ ഡെസോ വരികയാണെങ്കിൽ ഡിഡാകും എന്ന കണ്ടീഷൻ തന്നെ. ഇനി സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഹീ ടോൾഡ് ഐ വെന്റ് യെസ്റ്റർഡേ എന്നാണെങ്കിൽ ഹീ ടോൾഡ് ദാറ്റ് ഹീ ഹാഡ് ഗോൺ. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഹാഡ് പ്ലസ് V3 ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും. സിമ്പിൾ പ്രസന്റ് വന്നാൽ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ആമോ ഈസോ ആറോ വരുന്ന ING വരുന്നെങ്കിൽ അത് വാസോ വേറോ പ്ലസ് ING ആയിക്കോളും. ഹാസോ ഹാവോ വരികയാണെങ്കിൽ ഹാഡെന്നായിക്കോളും. ബാക്കിയെല്ലാ ഓക്സിലറിയും നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ടെൻസിനകത്ത് രണ്ടെണ്ണമേ ഉള്ളൂ സൂക്ഷിക്കാം. ആ ടെൻസിൽ സിമ്പിൾ പ്രസന്റ് വന്നാൽ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി പേഴ്സൺ വരികയാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ I or we, സെക്കൻഡ് പേഴ്സൺ you. ഇത് വരികയാണെങ്കിൽ ഇതിനനുസൃതമായി he or she or they എന്നാണ്. I എന്നോ we എന്നോ you എന്നോ വരികയാണെങ്കിൽ he or she or they എന്നാണ്. ഇതിന് പകരം ഐക്ക് പകരം മൈ, അവർ, യുവർ എന്നാണെങ്കിൽ ഹിസ് എന്നോ ഹർ എന്നോ ദേർ എന്നോ ആയി മാറി. ഇനി മീ എന്നോ അസ് എന്നോ യു തന്നെയാണ് വരുന്ന ഓബ്ജക്റ്റിന്. മീയോ അസ്സോ ആണെങ്കിൽ അല്ലെങ്കിൽ യു എന്ന് ഓബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ ഐ കോൾഡ് യു ഓബ്ജക്റ്റ് ആണെങ്കിൽ അത് വരുമ്പോൾ ഹിം, ഹർ, ദം എന്നായി മാറും. നേരത്തെ ഞാൻ പറഞ്ഞു ഐ എങ്ങനെ അവിടെ മാറി ചേഞ്ചായി, അല്ലെ യു എങ്ങനെ മാറി ചേഞ്ചായി എന്ന് തേർഡ് സ്റ്റെപ്പിൽ പറയും. ഇത് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് പേഴ്സൺ വന്നാൽ തേർഡ് പേഴ്സൺ ആയി മാറും. ഇതാണ് അതിൽ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ചേഞ്ച് ഓഫ് വേർഡ്സിന് ഇത്രയുമാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു 3 സ്റ്റെപ്പ് ഉണ്ട്. 3 സ്റ്റെപ്പിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമത്തത് നമ്മൾ ഇൻവേർട്ടഡ് കോമ കളയണം. മൂന്നാമത്തത് ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ വന്നാൽ എന്ത് മാറ്റം വരും, ആ മാറ്റം വരുന്ന വാക്കുകൾ എന്തൊക്കെയാണ്
ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ നോട്ട് കൂടെ പഠിച്ചാൽ റിപ്പോർട്ടഡ് സ്പീച്ച് കഴിയും. ഒരു സ്പെഷ്യൽ നോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് PSC ചോദിക്കുകയും ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പാസ്റ്റ് ടെൻസ് വരുമെന്ന് പറഞ്ഞു. ഹി സേസ് ഐ ആം നോട്ട് വെൽ. PSC ചോദിച്ചത് അനു സേസ് ഐ ആം നോട്ട് വെൽ. ഇതാ ഹി സേസ് ദാറ്റ്. അവിടെ ഇൻവേർട്ട് കോമയ്ക്ക് വെളിയിലുള്ളത് ഒരു കാരണവശാലും പാസ്റ്റാക്കാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ പ്രസന്റ് വന്നാൽ സൂക്ഷിച്ചോളണം, ഇൻവേർട്ട് കോമയ്ക്കകത്തുള്ള ടെൻസ് മാറത്തില്ല. ഹി ഈസ് നോട്ട് വെൽ. അതായത് പ്രസന്റ് ടെൻസ് outside inverted comma. No change of tense. No change of tense. Within inverted comma. ടെൻസ് മാത്രമേ മാറാതുള്ളൂ, ബാക്കിയൊക്കെ മാറും. ഐ എന്നുള്ള ഹി ആയി, ബാക്കി വേർഡെല്ലാം മാറും. ഹി ആം എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഹി ഈസ് എന്നായി. അപ്പോൾ ഇവിടെ സൂക്ഷിക്കേണ്ടത് ഈ ഔട്ട്സൈഡ് വരുന്നത് സൂക്ഷിച്ചോളണം. ഇത് PSC 1-2 തവണ ചോദിച്ചതാണ്. ചോദിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് അവർ ഹി സേസ് ദാറ്റ് ഹി വാസ് നോട്ട് വെൽ എന്നും, he says that he is not well എന്നും, he says that he had not been well എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇൻവേർട്ട് കോമയ്ക്ക് വെളിയിൽ ടെൻസ് നമ്മളിത് സെഡ് എന്നാക്കാൻ നിയമമില്ല. ഇവിടെ സേസ് തന്നെ. ഇതുപോലെയാണ് ഇമ്പറേറ്റീവിലൊരു സംശയം ഉണ്ടാകും. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കോൾ ഹിം എന്ന് വിളിക്കുമ്പോൾ അവിടെ ഇമ്പറേറ്റീവിൽ ടീച്ചർ ഓർഡർ ടു കോൾ എന്ന് മതി, ടു കോൾഡ് വേണ്ട. ടീച്ചർ ഓർഡർ കോൾ ഹിം. ഇവിടെ V2 വേണ്ട. ടീച്ചർ ഓർഡർ ടു കോൾ ഹിം. ടീച്ചർ ഓർഡർ ഡോണ്ട് കോൾ ഹിം. ടീച്ചർ ഓർഡർ നോട്ട് ടു കോൾ ഹിം. ഇത്രയുമാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഏറ്റവും ചുരുക്കമാർഗത്തിൽ 3 സ്റ്റെപ്പാക്കി നിങ്ങൾ പഠിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇൻവേർട്ട് കോമയ്ക്കുള്ളിലുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഇൻവേർട്ട് കോമ കളഞ്ഞ് കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കുക. ആ കണക്റ്റിംഗ് വേർഡിൽ ഏതൊക്കെ വേർഡാണ് വരുന്നത്. മൂന്നാമത്തത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻവേർട്ട് കോമ കളയുമ്പോൾ ഇൻവേർട്ട് കോമയ്ക്കകത്ത് വരുന്ന വാക്കുകൾക്കുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയും ഈ 3 സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ യാതൊരു റൂളും വേണ്ട, ഏത് സെൻറ്റൻസ് വേണമെങ്കിലും എടുത്ത് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ 3 സ്റ്റെപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് സുന്ദരമായിട്ട് ചെയ്യാൻ കഴിയണം എന്ന് ആശംസിക്കുന്നു.